കമ്പളച്ചോർക്ക് കുമ്പളക്കറി കറി. നമസ്കാരം. സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു നൃത്തമാണ് പണിയ നൃത്തം. വയനാട്ടിലെ ഒരു ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രത്യേക തരം ഒരു നൃത്തമാണ് പണിയ നൃത്തം. സോ നമ്മുടെ കൂടെ എന്നുള്ളത് ഒരു പണിയ നൃത്തത്തിന്റെ ഒരു ടീമാണ്. സോ എന്താണ് പേര് എല്ലാവരുടെയും? അനാമിക, സ്റ്റെഫി, അനന്യ, വൈഗ, സെനി, വൈഷ്ണ. ഏത് സ്കൂളിലാണ് നിങ്ങൾ? പട്ടം ഗേൾസ്, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ആദ്യമായിട്ടാണോ ഇതിന് വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. കഴിഞ്ഞ വർഷം ആരൊക്കെ വന്നിട്ടുണ്ട്? ഇപ്പൊ പണിയ നൃത്തത്തിനെ കുറിച്ച് കൂടുതൽ ആരാ പറയാ അതില്? പണിയത്ത് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിലാണ് കളിക്കുന്നത്. അതായത് കമ്പളനാട്ടി അതുപോലെ തന്നെ വട്ടക്കളിയുണ്ട്. ഞങ്ങളിത് രണ്ടും ഒരുമിച്ചാണ് കളിക്കുന്നത്. പിന്നെ വയനാട്ടിൽ തന്നെ വെച്ച് ഏറ്റവും വലിയൊരു ഗോത്രജന വിഭാഗമാണ് പണി നൃത്തം എന്ന് പറയുന്നത്. തുടിയും വെച്ച് തുടി കുടല് അതുപോലെ തന്നെ പാട്ടുമൊക്കെ ആയിട്ട് ഉള്ളൊരിത്. കഴിഞ്ഞ തവണ നിങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു? സ്റ്റേറ്റ് വരെ എത്തി. ഇത്തവണ നല്ല ആത്മവിശ്വാസത്തിലാണോ? ഉറപ്പായിട്ടും അല്ലേ? സ്റ്റേറ്റും അതും കടന്നൊക്കെ പോകുന്നല്ലോ അല്ലേ? ഫസ്റ്റ് അടി കപ്പടിക്കുന്ന പ്രതീക്ഷ ഉണ്ടല്ലേ? നല്ല പ്രതീക്ഷ. കഴിഞ്ഞ തവണ തൃശ്ശൂരാണല്ലോ കപ്പടിച്ചത് ഓവറോൾ. ഇത്തവണ ആരായിരിക്കും? ട്രിവാൻഡ്രം ആയിരിക്കും. വിശ്വാസമുണ്ട്. അപ്പൊ ഈ പണിയ നൃത്തം പലർക്കും അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ഈ കുട്ടികൾ നമുക്ക് വേണ്ടി കുട്ടി നർത്തകമാർ നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ പണിയ നൃത്തം അവതരിപ്പിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കാണാം അല്ലേ? ഇത് പാട്ടുകാരൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ ഡാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ പാട്ടുകാരുടെ അടുത്ത് കൈമാറാണ്. കമ്പളച്ചോർക്ക് കുമ്പളക്കറി കറി, കുത്തരിച്ചോർക്ക് താളന താട് താട്. കമ്പളച്ചോർക്ക് കുമ്പളക്കറി കറി, കുത്തരിച്ചോർക്ക് താളന താട് താട്. കാവിലെ പക്കിനെ കമ്പളച്ചോർക്ക് ഞാനും മീനാലിയെ പോവേ. ആണ്ടുലെ കൊച്ചനെ കമ്പളച്ചോർക്ക് ഞാനും മീനാലിയെ പോവേ. കാവിലെ പക്കിനെ കമ്പളച്ചോർക്ക് ഞാനും മീനാലിയെ പോവേ. ആണ്ടുലെ കൊച്ചനെ കമ്പളച്ചോർക്ക് ഞാനും മീനാലിയെ പോവേ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.